തിരുമേനി തിരുമേനി വന്നിട്ടുണ്ട്. തിരുമേനിക്ക് സ്വാഗതം. ക്ഷീണം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആണല്ലേ? കഞ്ഞി കുടിക്കൂ, ഉപ്പിട്ട് കഞ്ഞി. ഹായ് നിഷ. കുറെ ദിവസമായി നിഷയുടെ ടൂറിൽ വന്നിട്ട്. അവിടെ 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 നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. വിട്ടാ കേൾക്കണേ നിഷ. കഞ്ഞി എന്റെ പടം. അപ്പൊ പിന്നെ കഞ്ഞി പട്ടി കുത്തി അവിടെ കിടക്കട്ടെ. പാട്ട് കേൾക്കാലോ. ഫ്രീ ആയിട്ട് പാട്ട് കേൾക്കാം. അതാണ് അമ്പലത്തിലെ നിഷ പറയുന്നത് ഒന്നും വ്യക്തമാകുന്നില്ല. ബിരിയാണി കിട്ടാൻ വഴിയുണ്ട്. ഒരു 2 ബിരിയാണി ഒന്ന് ഞാൻ കഴിക്കാം. അവിടെ വൈഫൈ ഇല്ലേ നിഷ? എന്തോ? വൈഫൈ ഇല്ലേ? വൈഫൈ ഇല്ല, ഞാൻ ഹോസ്പിറ്റലില്ല. അതല്ല, ഞാൻ ചോദിച്ചു വൈഫൈ കണക്ഷൻ ഉണ്ടോന്ന് ചോദിച്ച. കണക്ഷൻ വൈഫൈ ഇല്ല, വൈഫൈ ഇല്ല. ഞാൻ ഹോസ്പിറ്റലില്ല, ഇവിടെ ഇല്ല. ഓ അത് ശരി. അല്ല, ഹോസ്പിറ്റലിൽ വേണി വൈഫൈ കണക്ഷൻ ഉണ്ടാവില്ല. അത് കണക്ട് ചെയ്താ പോരെ? അത് കണക്ട് ചെയ്യാൻ അവര് പിന്നെ ചെയ്ത് പറഞ്ഞു തരണ്ടേ? പാസ്വേഡ് അല്ലേ? ആഹാ, അത് ശരി. ഈ ഹെൽത്ത് വൈഫൈ ഉണ്ട്, പക്ഷെ അവർ പിൻ പറഞ്ഞു തന്നാലേ എന്തെങ്കിലും ചെയ്യാൻ. അല്ല, സ്റ്റാഫായിട്ട് പോലും പറഞ്ഞു തരില്ലേ നിങ്ങൾക്ക്? സ്റ്റാഫല്ലേ അവിടുത്തെ? ഞാൻ സ്റ്റാഫ് അല്ലല്ലോ, ഞാൻ കൊച്ചിനെ കൊണ്ട് കിടക്കുന്നതല്ലേ. ഓ, പേഷ്യന്റ് അല്ലേ? അത് ശരി. ബിരിയാണി കിട്ടാൻ വഴിയുണ്ടോ നോക്കി ക്രിപ്പ് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കിട്ടും, വേഗം ചെല്ലാൻ പറയുന്നുണ്ട്. അതെ. കൊച്ചിനെന്താ അസുഖം? ജലദോഷം. ഏത് ഹോസ്പിറ്റലിലാ? ഇവിടെ എറണാകുളം. അവിടെ വലിച്ചു കയറ്റുന്നുണ്ട്. തിരുമേനി അവിടെ മൂക്കില് വലിച്ചു കയറ്റുന്നുണ്ടല്ലോ. ജലദോഷമാണോ? എനിക്ക് ജലദോഷം, മഞ്ഞ തണുപ്പ്, ഇതൊക്കെ കാരണം മൂക്കടപ്പ്. എന്തായാലും ഈ വർഷം മറ്റേ മരുന്ന് കമ്പനിക്കാർക്ക് വൻ ലാഭമായിരിക്കും. പിന്നെ അവര് കൊള്ളയില്ല, വൻ കൊള്ളയായിരിക്കും ഈ വർഷം. അല്ലേ കിട്ടൂ? പറയൂ. മോന് എത്ര വയസ്സുണ്ട്? 1.5 വയസ്സുണ്ടോ മോന്? 1 വയസ്സ്. തിരുമേനി ഇത് കേടാണ്, അഡ്മിറ്റ് ആവുന്നത്. എന്ത് കേടാണെന്ന്? അഡ്മിറ്റ് ആവുന്നല്ല, അതിന് അടിമയാവുന്നതാണ്. അതെ, അത് വലിക്കാൻ തുടങ്ങിയാൽ വലിച്ചോണ്ടേയിരിക്കും. അങ്ങനെ വലിക്കരുത് ആ സാധനം. ഞാനേ ദിവസത്തിൽ 1 or 2 പ്രാവശ്യം മാത്രം ഒന്ന് ചുമ്മാ ഇങ്ങനെ, അല്ലാണ്ട് കയറ്റി വലിക്കൊന്നുമില്ല നിഷ. ശരിക്കും അത് മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ വലിക്കാവുള്ളൂ. അതെ, ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, ഒരു ചെറിയൊരു ലഹരി പോലെ, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞ അഡിക്റ്റ് ആവുമെന്ന്. എന്റെ അടുത്ത് 3 എണ്ണം ഉണ്ട്. 2 ഷോപ്പിൽ കയ്യിലും ഉണ്ടെന്ന്. 2 ഷോപ്പിൽ 1 കയ്യിലും ഉണ്ടെന്ന്. വെറുതെ അല്ല പറഞ്ഞത്. ഈ പറഞ്ഞ ആളാണ് എന്നിട്ട് ബാക്കിയുള്ളവർ ഉപദേശിക്കാൻ. ഈ പറഞ്ഞ ആളുടെ കയ്യിൽ 3 എണ്ണം ഉണ്ടെന്ന്. 3 എണ്ണം. അതെ. എന്തുവാ കൃക്കു? അപ്പൊ ആശുപത്രിയിലെ ജീവനക്കാർക്കും അത് പേഷ്യൻസിനും വേണ്ടി ഒരു പാട്ട് അവർ കേൾക്കുകയാണ്. കേട്ടോട്ടെ, കേട്ടില്ലേ കേക്കണ്ട. ഓക്കെ, പാടിക്കോളൂ.